ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ സോൾട്ട്, ഒരു 1.5 കിലോ ബീഫ് എടുത്തേക്കുന്നത് അതിൻ്റെ ആവശ്യത്തിന്. ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലയെല്ലാം കൂടെ നമ്മുടെ ബീഫിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 100 ml വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. 100 ml വെള്ളത്തിൽ കൂടുതൽ ഒഴിക്കില്ല, കാരണം വെള്ളം കൂടുതൽ ഒഴിച്ചാൽ ബീഫ് ഫ്രൈ കുഴഞ്ഞു പോകും. അതുപോലെ തന്നെ കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കുമ്പം ഇറച്ചി ഒരു 70-75% മാത്രമേ വേവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബീഫ് ഫ്രൈ ആയിട്ട് വീണ്ടും ബാക്കി 25% വേവിക്കുന്നത് ചീനിച്ചട്ടിയിലാണ് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത്. അപ്പോൾ അതുകൊണ്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 70-75% വേവിക്കുക. ഈ സമയത്ത് കറിവേപ്പില, 2 പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്ത് കൊത്തി അതും കൂടെ റെഡിയാക്കി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് വരും. ബീഫ് എടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അതിലോട്ടൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് ഇടേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ടിപ്പാണ്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയും നമ്മുടെ ഓയിലും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒരു നല്ലൊരു ഫ്ലേവർ തരും. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ ഓയിലാണല്ലോ യൂസ് ചെയ്യാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് അതിനെ നല്ലപോലെ ഇളക്കിയെടുക്കുക. മീൻസ് ഇതുപോലെ തന്നെ നല്ലൊരു മുരിച്ചെടുക്കുക. പച്ചമുളക് ഇട്ട് അത് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ തന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടുക. കറിവേപ്പില പെട്ടെന്ന് മൊരിഞ്ഞ് വരും, അതുകൊണ്ട് അതേസമയം ഇളക്കേണ്ട വരുമല്ല, പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും. കറിവേപ്പില മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കൊത്തി വെച്ചേക്കുന്ന തേങ്ങ, ചെറിയ പീസാക്കി വെച്ചേക്കുന്ന തേങ്ങയില്ല, അരമുറി തേങ്ങ, അതും കൂടെ എടുത്ത് ഇതിലേക്ക് ഇടുക. അത് ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ച് അത് നല്ലപോലെ കളറായി വരുന്ന സമയത്ത് ഒരു ചെറിയ സവോള, ഒരു കുഞ്ഞ് സവോള അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു സവോള എടുക്കാവുള്ളൂ. മിക്സ് ചെയ്തെടുത്ത് അത് ഒരുതായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഗരം മസാല ഇടുക. 2 ടേബിൾ സ്പൂൺ മസാല വളരെ കുറച്ചിട്ടാൽ മതി. ഒരു 2 മിനിറ്റ് വെച്ച് നമ്മുടെ കുക്കറിലിരിക്കുന്ന ബീഫ് എടുത്ത് ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് തീ കൂട്ടി വയ്ക്കുക. നല്ലപോലെ തീ കൂട്ടി വെക്കണം, കാരണം വെള്ളം വറ്റാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തീ കൂട്ടി വയ്ക്കുക. തീ കൂട്ടി വെച്ച് വെള്ളം വറ്റിക്കുക. അടുത്ത് തന്നെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മൾ മസാല അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബീഫ് ഫ്രൈക്ക് മസാല യൂസ് ചെയ്താൽ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്ന സെയിം അളവിലുള്ള മസാലകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓവർ മസാല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കണം. തീ കുറച്ച് വെച്ച് അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ കൂടെ തൂവിയിട്ട് മറിച്ചിടുക മീൻസ് ഒന്ന് ഇളക്കിയിട്ടേക്കുക. ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു വേറൊരു ടിപ്പാണ്, നമ്മൾ ഓയിൽ അധികം യൂസ് ചെയ്യാൻ പാടില്ല. ഓയിൽ ഒത്തിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈയിൽ ഓയിൽ കടന്നിട്ട് നമുക്കത് ഒരു ബുദ്ധിമുട്ടാവും. അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു 75% കുക്കറിൽ വെച്ച് ബീഫ് വേവിക്കാവുള്ളൂ. ബാക്കി 25% നമ്മൾ ഈ ചീനിച്ചട്ടിയിലിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇളക്കി ഇടുമ്പം അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ബീഫ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഈ പരുവാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതൊരു 3-4 ടേബിൾ സ്പൂണിനകത്ത് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ, വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ നമ്മുടെ ബീഫ് ഫ്രൈക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതിട്ടതിന് ശേഷം അതായത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ കൂടുമ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ബീഫിനകത്തു നിന്നുള്ള നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ഇറങ്ങി വരും. നിങ്ങൾക്ക് കാണാവുന്നതാണ് താഴെ. അപ്പോൾ ആ നെയ്യും കൂടിയാണ് ഇത് വെന്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് ബ്ലാക്ക് കളറാവും. നമ്മുടെ ടിപ്പിക്കൽ ബീഫ് ഫ്രൈ അത് ടേസ്റ്റും വരും, കാരണം നമ്മളധികം ബീഫിൻ്റെ നെയ്യിലേക്ക് ഇറങ്ങി വന്ന് അത് മൊരിഞ്ഞു വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല നമുക്ക് വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ ഇറച്ചി മസാല ഇല്ലേ, ഏത് കമ്പനിയുടെ യൂസ് ചെയ്താലും പ്രശ്നമില്ല, എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ കുറച്ച് മാത്രമേ യൂസ് ചെയ്യൂ, അത്രേ ഉള്ളൂ. പോകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുക. ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം എരിവ് കുറവ് മതി. അതുകൊണ്ടാണ്. എരിവ് അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലപോലെ എരിവിടാം. കുരുമുളകിൻ്റെ ഫ്ലേവർ വന്നോളും, അത് കുഴപ്പമില്ല. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കുക. ഇതിനകത്ത് ഏറ്റവും വലിയ ടിപ്പെന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് ഉപയോഗിക്കുന്നു അത്രയും നല്ല ടേസ്റ്റാണ് ബീഫ് ഫ്രൈക്ക് കിട്ടാൻ പോകുന്നത്. നമ്മളൊരു ബീഫ്, ഒരു കഷ്ണവും ഒരു തേങ്ങയും കയ്യിലെടുത്ത് വെച്ച് കഴിക്കാനുള്ള പാകത്തിന് നമുക്ക് അത്രയും അതുപോലെ തന്നെ കുഴയാതെ സെപ്പറേറ്റ് കിട്ടണം. അത് നമ്മൾ കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനുള്ള ടിപ്പ് ഫസ്റ്റ് പറഞ്ഞു. 70-75% മാത്രം കുക്കറിൽ വെച്ച് വേവിക്കുക.
ബാക്കി 25% നമ്മൾ ചീനിച്ചട്ടിയിൽ വെച്ച് വേവിക്കുക. ഇത് നിങ്ങൾക്ക് വേവിനെക്കുറിച്ച് ബീഫിൻ്റെ വേവിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അത് നമ്മൾ കടക്കാരനോട് ബീഫ് വാങ്ങുമ്പം ചോദിച്ച് മേടിക്കുക. എത്ര വേവ് കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ അതനുസരിച്ച് നമുക്ക് കാണുമ്പോൾ അറിയാം. അല്ലാത്തവർക്ക് സാധാരണ ഉണ്ടാക്കുന്നവർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര വേവുള്ളതാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം ഏകദേശം ഈ പരുവാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക മുകളിൽ കൂടെ. അതൊരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ്. ജസ്റ്റ് ഒരു ഇച്ചിരി കറിവേപ്പില നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ടൊന്നും കൂടെ ഇളക്കുക. ഇളക്കി അതിനെ നല്ലപോലെ തീ കുറച്ച് വീണ്ടും വെച്ച് കരിഞ്ഞു പോകരുത്. കാരണം ഒട്ടും വെള്ളമില്ല. വാട്ടർ കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ വറ്റിച്ചെടുത്തു. വെള്ളം തീ നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ച് ഏറ്റവും വാട്ടർ കണ്ടൻറ്റ് ബീഫിൻ്റെ എടുത്തു. അതുകൊണ്ട് അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഇല്ല. അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഇതുപോലെ ഒരു ബീഫ് ഒരു തേങ്ങാക്കൊത്ത് വേറെ ഒരു ചാടണം. നമ്മൾ സ്പൂണിൽ കോരി ഇടുമ്പോൾ എല്ലാം സെപ്പറേറ്റഡ് ആയിരിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ബീഫ് ഫ്രൈഡ് ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പരമാവധി നമ്മൾ ബീഫ് മാർക്കറ്റിൽ നല്ലപോലെ നല്ല ബീഫ് തന്നെ നോക്കി വാങ്ങിക്കുക. പിന്നെ മസാല ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്ത പോലെ ഇത് സെയിം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിലുള്ള ബീഫ് ഫ്രൈ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അധികം ഓയിലില്ലാതെ. ഓയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി. ബീഫ് ഫ്രൈക്ക് ഒരിക്കലും ഓയിൽ ചുമ്മാ കോരി ഒഴിച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ബീഫ് ഫ്രൈക്ക് അതിനുള്ള ബീഫിൽ കുറച്ച് നെയ്യുണ്ട്. അത് വെച്ച് അത് നല്ലപോലെ ഫ്രൈ ഉണ്ടാക്കുന്നതിൽ മെയിൻ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് അടുത്ത് നിന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് വേവിപ്പിക്കുക. താങ്ക് യു.